ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇന്ന് പകൽ തലസ്ഥാനത്താണ് പരിപാടിയെങ്കിൽ വൈകിട്ടോടെ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തും. അവിടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് വൈകിട്ട് 5 മണിയോടെ അമിത്ഷാ തളിപ്പറമ്പിൽ എത്തുക. ബസ് സ്റ്റാൻഡിനടുത്ത് ദേശീയപാതയിൽ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, എപ്പോഴാണ് ദർശനം? അതാണ് ആദ്യ ചോദ്യം. കൃഷ്ണരാജ്, ഏതാണ്ട് 5 മണിയോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ നിശ്ചയിക്കപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ച് കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും. പ്രവർത്തകർ വഴിനീളെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇറങ്ങിയ ശേഷം ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഏതാണ്ട് 6 മണി തൊട്ട് 7 മണി വരെയാണ് ഇവിടെ ഒരു നിയന്ത്രണങ്ങൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു സമയത്തിനുള്ളിൽ ദർശനം നടത്തിയ അദ്ദേഹം മടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഈ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. പുഷ്പവൃഷ്ടിയോടെ അദ്ദേഹത്തിനെ ഈ പ്രവർത്തകർ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് ഈ 1 മണിക്കൂർ നേരത്തെ ഒരു സന്ദർശനത്തിന് ശേഷം 7 മണിയോടുകൂടി അദ്ദേഹം ഈ തളിപ്പറമ്പിൽ നിന്ന് മടങ്ങി പോവുകയും ചെയ്യും. ശക്തമായ സുരക്ഷയിലാണ്. നമുക്കറിയാം, Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരാളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷയിലാണ്. നമുക്ക് പോലും മുൻ സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ലൈവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരമൊരു പുറമേ നിന്ന് ലൈവ് ചെയ്യേണ്ട സാഹചര്യമുള്ളത്. അതിലും ഈ വരുന്ന വഴിയിൽ, അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ സമയം, ഏതാണ്ട് 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തളിപ്പറമ്പ് താലൂക്കിലും അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ പരിസരങ്ങളിലും ഡ്രോൺ പറത്തുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ ഒരു ക്ഷേത്ര പരിസരം മുഴുവൻ ഈ ഒരു കേന്ദ്ര ഇന്റലിജൻസിന്റെ അടക്കം നിയന്ത്രണത്തിലാണ്. കേരള പോലീസും അതുപോലെ തന്നെ ഈ SPG അടക്കമുള്ള സേനകൾ ഈ സുരക്ഷാ വലയത്തിലാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ഏതായാലും 1 മണിക്കൂറോളം അടുത്ത് ഈ ഒരു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ സ്വീകരണം. ആദ്യമായി ഇത് 2ാം തവണയാണ് അദ്ദേഹം കണ്ണൂരിൽ എത്തുന്നത്. നേരത്തെ BJPയുടെ 2ാം തവണയല്ല, 3ാം തവണയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ ഒരു കുമ്മനം രാജശേഖരൻ നയിച്ച യാത്രയിൽ അദ്ദേഹം പയ്യന്നൂർ ഉദ്ഘാടനം സമയത്ത് അവിടെ എത്തിയിരുന്നു. അതുമാത്രമല്ല, BJPയുടെ കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന സമയത്തും അദ്ദേഹം കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. ഇത് 3ാം തവണയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണൂർ സന്ദർശനം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനത്തെ കാണുന്നത്. അതിൽ 1 മണിക്കൂറോളം കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നൊരു കാര്യമാണ്. ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങി പോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൃഷ്ണരാജ്, ഈ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു പോയി, പക്ഷേ അതെങ്ങനെയാണ്? കണ്ണൂരിലാകെ കനത്ത സുരക്ഷയാണല്ലോ, കാരണം ആഭ്യന്തരമന്ത്രിയാണ് വരുന്നത്. തീർച്ചയായും കൃഷ്ണരാജ്, അദ്ദേഹം വരുന്ന വഴിയിൽ, അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ തളിപ്പറമ്പിലേക്കുള്ള വഴിയിലൊക്കെ തന്നെ ഏതാണ്ട് 5 മണി മുതൽ 6 മണി വരെ കൃത്യമായ വാഹന നിയന്ത്രണമുണ്ട്. അത് ആ വഴി വരുന്ന വാഹനങ്ങൾ മറ്റു വഴി തിരിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതീവ സുരക്ഷയുടെ ഭാഗമായി തന്നെ തളിപ്പറമ്പ് താലൂക്കിലും അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പരിസരങ്ങളിലും ഒക്കെ തന്നെ ഈ ഡ്രോൺ പറത്തുന്നതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സേനകൾക്കൊഴികെ മറ്റാരെങ്കിലും ഈ ഇത്തരത്തിൽ ഡ്രോൺ പറത്തുകയും മറ്റ് പ്രവർത്തികളിലേക്ക് പോയി കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു നിർദ്ദേശം തന്നെയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശന സമയമായ 1 മണിക്കൂർ ഒരു ഭക്തർക്ക് നേരിയ തോതിലുള്ളൊരു നിയന്ത്രണങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് അദ്ദേഹം വന്നു പോകുന്ന ഒരു സമയമാണ് ഒരു നിയന്ത്രണ സുരക്ഷാ പ്രശ്നങ്ങളുടെ സാഹചര്യത്തെ തുടർന്നാണ് ഇത്തരം ഒരു നിയന്ത്രണം ഈ പോലീസിൻ്റെ അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വൈകിട്ട് 5 മണിയോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദർശനം നടത്തും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.